ഹായ് ഓൾ, IELTS റീഡിംഗിലെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് ടേബിൾ കംപ്ലീഷൻ. സോ നമുക്ക് ഇന്ന് ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ടേബിൾ ഉണ്ടായിരിക്കും. ഈ ടേബിൾ ഇറ്റ് മേ ഹാവ് കോളംസ് ആൻഡ് റോസ്. ഇതിലെ മിസ്സിംഗ് ഗ്യാപ്പ് ആണ് അല്ലെങ്കിൽ മിസ്സിംഗ് ഇൻഫർമേഷൻ ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു നമ്പർ ആവാം, നെയിം ആവാം, അല്ലെങ്കിൽ ഡേറ്റ് ആവാം, ഈവൻ ഡിസ്ക്രിപ്ഷൻസ് വരെ ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് പാസേജിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട റെലവെന്റ് ഇൻഫർമേഷൻ എന്ന് കണ്ടുപിടിച്ച് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. നമുക്കിനി ടിപ്സിലേക്ക് കടക്കാം. ടിപ്പ് നമ്പർ 1, റീഡ് ദ ടേബിൾ കെയർഫുള്ളി. നമ്മൾ പാസേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ പാസേജ് വായിക്കുന്നതിന് മുൻപേ നമ്മളുടെ ടേബിളിന്റെ ഒരു സ്ട്രക്ചർ, അതുപോലെ തന്നെ കോളംസ്, റോസ്, ഇതെല്ലാം നല്ലപോലെ വായിച്ച് മനസ്സിലാക്കണം. ടിപ്പ് നമ്പർ 2, ഐഡന്റിഫൈ ദ ടോപ്പിക്. നമുക്ക് പാസേജിലെയും ടേബിളിലെയും ടോപ്പിക് നന്നായിട്ട് ഡിറ്റർമൈൻ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റീഡിങ് കുറച്ചുകൂടി നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ടിപ്പ് നമ്പർ 3, സ്കാൻ ദ പാസേജ്. നമ്മൾ ടേബിൾ ആദ്യം വായിക്കുക. വായിച്ചിട്ട് നമ്മൾ ടേബിളിലേക്ക് വേണ്ട റെലവെന്റ് ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ശേഷം നമ്മൾ പാസേജിൽ ഇത് ലൊക്കേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാസേജ് പെട്ടെന്ന് സ്കാൻ ചെയ്യണം. ടിപ്പ് നമ്പർ 4, മാച്ച് ദി ഇൻഫർമേഷൻ. കറസ്പോണ്ടിങ് കോളംസിലേക്കും റോസിലേക്കും നമ്മൾ പാസേജിൽ നിന്ന് കണ്ടെത്തിയ ഇൻഫർമേഷൻ മാച്ച് ചെയ്യണം. ടിപ്പ് നമ്പർ 5, യൂസ് കീവേഡ്സ്. നമ്മളുടെ ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പാസേജിലുള്ള കീവേഡ്സിനും ഫ്രേസസിനും കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക. ടിപ്പ് നമ്പർ 6, ഫിൽ ഇൻ ദ ഗ്യാപ്സ്. നമ്മുടെ ടേബിളിലെ മിസ്സിംഗ് ഇൻഫർമേഷൻ നമ്മൾ ഫില്ല് ചെയ്യുക. ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് നെയിം, നമ്പർ, ഡേറ്റ് ഒക്കെയാണ് ഫില്ല് ചെയ്യാനുള്ളതെങ്കിൽ ആ സെന്റൻസിന്റെ ഫോർമാറ്റ് കറക്റ്റ് ആണോ എന്ന് കൂടി ഉറപ്പുവരുത്തുക. ടിപ്പ് നമ്പർ 7, ഫോർ ആക്യുറസി ആൻഡ് കൺസിസ്റ്റൻസി, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ടേബിൾ ഒന്ന് ചെക്ക് ചെയ്യുക, നമ്മുടെ ആൻസേഴ്സ് ഒന്ന് റിവ്യൂ ചെയ്യുക. ടിപ്പ് നമ്പർ 8, മാനേജ് യുവർ ടൈം. ടൈം എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് പൊതുവെ കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്നത് പതിവാണ്. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ടൈം എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ ടിപ്സ്.